രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ സൂക്ഷിച്ചിരുന്നത് രാഹുലിനു വേണ്ടി ഗ്രൂപ്പ് യോഗം നടന്ന നേതാവിന്റെ വീട്ടിലായിരുന്നുവെന്ന് ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. മുതിർന്ന നേതാക്കൾ രാഹുലിനെ സഹായിച്ചുവെന്നും ആരോപണം. കണ്ണിൽ പൊടിയിടുന്ന പോലുള്ള പരിശോധനയാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നും വിമർശനം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മനഃപൂർവ്വമായുള്ള വീഴ്ച വരുത്തലുകളാണ് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുന്നത് കോൺഗ്രസിലെ ചിലർ തന്നെയാണ് എന്നുള്ള ആരോപണവും ശക്തമാകുന്നു. അതനുസരിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണോ ഇപ്പോൾ ബി.ജെ.പി. നേതാവായ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ അന്വേഷണ സംഘം പറഞ്ഞതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത്, മുങ്ങിയിട്ടുള്ളത് ഒരു കാറിൽ, ചുവന്ന കളറുള്ള പോളോ കാറിലാണ് എന്നുള്ള വിവരം. ഈ പോളോ കാറ് ഒരു നടിയുടേതാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മാത്രമല്ല ആ നടിയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കാറ് സൂക്ഷിച്ചിരുന്നത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കോൺഗ്രസ് നേതാക്കൾ ഒരു ഭാഗത്ത് രാഹുലുമായിട്ട് ബന്ധമില്ല, രാഹുലിനെതിരെ തങ്ങൾ നടപടിയെടുത്തു, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ഒരു വശത്ത് പറയുമ്പോഴും ഇപ്പോഴും രാഹുലിനെ ഒളിവിൽ പോകുന്നതിനുൾപ്പെടെ സഹായം നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ബി.ജെ.പി. ഉയർത്തുന്നത്. ഏതായാലും അന്വേഷണ സംഘത്തിനും സമാനമായ, അതായത് ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉന്നയിച്ചിട്ടുള്ള അതേ തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കാറ് കൃത്യമായിട്ട് തന്നെ ഒളിപ്പിച്ചിരുന്നത് അത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കാറ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പാലക്കാട് നിന്ന് തമിഴ്നാട് ഭാഗത്തേക്കോ മറ്റൊക്കെ കടന്നു കളയാനുള്ള സാധ്യത അത് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പ്രധാന പാത, അതായത് വാളയാറിലേക്ക് ഉൾപ്പെടെയുള്ള പ്രധാന ഹൈവേ ഒഴിവാക്കിക്കൊണ്ട് കൊഴിഞ്ഞാമ്പാറ മറ്റ് പാതകൾ സ്വീകരിച്ച് അത് വഴി തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണ സംഘം കോയമ്പത്തൂർ, പൊള്ളാച്ചി തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോഴും രാഹുലിനെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാത്തത് ആഭ്യന്തര വകുപ്പ് ബോധപൂർവം രാഹുലിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ള വിമർശനവും ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടി ഈ വിഷയത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പരമാവധി എത്ര വൈകിപ്പിക്കാൻ പറ്റുമോ അത്രയും വൈകിപ്പിക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനം ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും രാഹുലിൻ്റെ ഈ കാറ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏതായാലും ഈ കാറുമായി ബന്ധപ്പെട്ട 2 പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഈ കാറ് സൂക്ഷിച്ചിരുന്നത് പാലക്കാട്ടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതൊരു നടിയുടെ കാറാണ്. ആ നടിയെ ഉൾപ്പെടെ ഇനി ഉടൻ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടക്കും എന്നുള്ളതാണ്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് പ്രശാന്ത് ശിവന്റെ ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ MLAക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഒരു പീഡന വീരനായിട്ടുള്ള MLAയെ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീജനങ്ങളോട് കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാണ്.